ആരും നമുക്ക് വേണ്ടി ഒരിക്കലും മരിക്കുവാനായിട്ട്, ജീവൻ നൽകുവാനായിട്ട് ആരും തയ്യാറാകത്തില്ല, തുനിയത്തില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൻ്റെ കാതലായ വിഷയം എന്നത് സുവിശേഷമാണ്. മാത്രമല്ല, പൗലോസിൻ്റെ പ്രസിദ്ധമായ അദാന്യ പ്രസംഗം ഈ അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവാർത്തയാണ് സുവിശേഷം. അതെ, മാനവകുലം പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക്, പാപത്തിന് നിത്യനരകത്തിന് ഓഹരിക്കാരായി തീർന്നപ്പോൾ, ആർക്കും രക്ഷിക്കുവാൻ കഴിയാതെ ദൈവകോടതിയുടെ മുൻപിൽ ഒരു നീതിയും ലഭിക്കാതെ ഇരുന്നപ്പോൾ, ദൈവപുത്രനായ ക്രിസ്തു സ്വർഗ ഉന്നതങ്ങളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി, നീതിക്കു വേണ്ടി അവിടുന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, നിത്യനരകത്തിന്, നിത്യ അന്ധകാരത്തിന് അവകാശികളായി തീർന്ന മാനവകുലത്തെ നിത്യ സന്തോഷത്തിലേക്ക്, നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു. ഇവിടെ പൗലോസ് തെസ്സലോനിക്ക, അദാന്യ തുടങ്ങിയ പട്ടണങ്ങളിൽ സുവിശേഷത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് ഈ അധ്യായം എന്നത്. സുവിശേഷം കേൾക്കുമ്പോൾ അനേകര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് ഈ അധ്യായത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. അതേ പ്രിയമുള്ളവരെ, സുവിശേഷം സുവാർത്തയാണ്, നല്ല വാർത്തയാണ്. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞതായ, ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്നതായ വാർത്തകളും മറ്റും ഇന്ന് ലോകത്തെമ്പാടും നിറഞ്ഞിരിക്കുമ്പോൾ, കാലങ്ങളും കാലഗതികളും ചരിത്രങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടും ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരു നല്ല വാർത്ത മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തു മാത്രമാണ്. അതേ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പാപത്തിൻ്റെതായ, അന്ധകാരത്തിൻ്റെതായ, ഇരുൾ നിറഞ്ഞതായ ഈ ലോകയാത്രയിൽ നാം ജീവിക്കുമ്പോൾ ഈ സുവാർത്ത നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ഇതാകുന്നു നല്ലൊരു അവസരം. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി, നാഥനായി സ്വീകരിച്ച് ദൈവ മക്കളായി തീരുക എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരും നമുക്ക് വേണ്ടി ഒരിക്കലും മരിക്കുവാനായിട്ട്, ജീവൻ നൽകുവാനായിട്ട് ആരും തയ്യാറാകത്തില്ല, തുനിയത്തില്ല. എന്നാൽ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച്, ഓരോരുത്തരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഓരോരുത്തരുടെ വിടുതലിന് വേണ്ടി, ഓരോരുത്തരുടെ ശാപ പരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ അവസാന തുള്ളി രക്തം വരെയും നൽകി തന്ന മാനവകുലത്തെ രക്ഷിച്ചു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ പദവി എന്ന് പറയുന്നത്. അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അവിടുന്ന് നമ്മുടെ പിതാവാണെന്നും നമ്മുടെ രക്ഷകനാണെന്നും വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നാം ഓരോരുത്തരും ദൈവമക്കളായി തീരുകയാണ്. പിന്നീട് പാപത്തിൻ്റെ പൈശാചികമായ അടിമത്തത്തിൽ നാം ആകുകയില്ല. നാം അവിടെ നിന്ന് നിത്യരാജ്യത്തിലേക്ക്, നിത്യ സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ കരകയറ്റിയിരിക്കുന്നു. അദാന്യ പട്ടണത്തെക്കുറിച്ച്, ഒരു യവനായ പട്ടണമാണത്. നമുക്കവിടെ അത് കാണുവാൻ സാധിക്കുന്നു. ഒരിക്കലും സുവിശേഷം കടന്നു ചെല്ലാത്തതായ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന ആ പട്ടണത്തിൽ പൗലോസിൻ്റെ ആ പ്രസംഗത്തിലൂടെ ചിലർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ, മറ്റൊരിക്കലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്നും സുവിശേഷത്തിൻ്റെ വാതിലുകൾ, ആ നിത്യ സന്തോഷത്തിൻ്റെ, നിത്യരാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ
സ്വന്തം പിതാവായും നാഥനായും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സന്ദേശം അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.